ഹായ് നമസ്കാരം. ഇന്ന് കോളിഫ്ലവർ, കാബേജ്, ബ്രൊക്കോളി ഈ മൂന്നുമാണ് ശീതകാല പച്ചക്കറികളിൽ ഇത് നടാൻ പോകുന്നത്. ഇപ്പം നട്ടിട്ടുണ്ടെങ്കിൽ വൃശ്ചികം, ധനു, മകരമാസം കഴിഞ്ഞാൽ അത് പറിക്കാം. 3 മാസം മതി, ശരിക്കും 90 ദിവസം മതി. അപ്പോൾ അത് ഇപ്പോഴേ നട്ടാൽ ആ തണുപ്പ് കാലങ്ങളിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് മുന്നോടിയായിട്ട് ആദ്യം തന്നെ വാരം ഉണ്ടാക്കിയിട്ട് അതിൽ കുമ്മായിട്ട് ആദ്യം വിതറിയതിന് ശേഷം പിന്നെ നമ്മൾ കമ്പോസ്റ്റ്, ഞാൻ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാണകപ്പൊടി, കോഴിക്കോട്ടം, മറ്റുള്ള ചപ്പച്ചാറുകൾ എല്ലാം കൂടി അടുക്കി വെച്ചിട്ട് അങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതും ഇടുക, കുറച്ച് എല്ലുപൊടി ഇട്ടിട്ട് അത് റെഡിയാക്കി വെക്കുക. അതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ തൈകളാണിത്. ഇത് കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി. അപ്പോൾ ഇത് മൂന്നാണ് ഇന്ന് നടാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു മുളം, ഏകദേശം ഇത് അളവ് ഒരു മുളം ആണ്. ഇതിൻ്റെ ഇത്ര വീതിയിലാണ് നമ്മൾ നടേണ്ടത്, ഇത്ര വിസ്താരത്തിലാണ്. ഒന്ന് നട്ടതിന് ശേഷം ഏകദേശം അളന്നിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ഇടാൻ പറ്റും. ഇത് കാബേജാണ്. ഇവിടെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കൈ പൊക്കിയിട്ട് ഇവിടെ ഇങ്ങനെ എടുത്താൽ പെട്ടെന്ന് പോരും. ഇത് നമ്മൾ ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് കൂടുതൽ വ്യവസായാടിസ്ഥാനത്തിലൊന്നല്ല. നമ്മളെ ആവശ്യത്തിനും അത്യാവശ്യമാർക്കെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും കൂടി അതിന് മാത്രം സ്ഥലത്തേ ഉള്ളൂ. ഒരു 100 തൈ നടുന്ന രീതിയിൽ. അതിൽ ഏകദേശമൊക്കെ ഉണ്ടായി വരുമ്പോൾ ഒരു 10-50 തൈയൊക്കെ പൂർണ്ണമായിട്ടുണ്ടാവും. അതിന് രീതി ഓരോ രീതിയിലും അത് ശരിക്കും 2 ആഴ്ച കൂടുമ്പോൾ അല്ല, ആഴ്ചയിൽ തന്നെ വളമിടണം. വളം നല്ലോണം ചേർക്കണം. ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. രാസവളം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നല്ല റിസൾട്ടായിരിക്കും നമുക്കുണ്ടാവുക. ഒരു അസുഖവും വരില്ല. അത് ശരിക്കും ശ്രദ്ധിച്ചാൽ ഒരു അസുഖം വരില്ല. കൂടുതലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മരുന്ന്, കീടനാശിനിയൊക്കെ അടിക്കേണ്ടത്. കുറഞ്ഞതൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെ ദിവസവും ഒരു പരിചരണം ഉണ്ടെങ്കിൽ ഒരു അസുഖവും വരാതെ നമുക്ക് നല്ല വളവും കിട്ടും. നമ്മളുണ്ടാക്കിയ കോളിഫ്ലവറും കാബേജും സുഖമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണത്തിന് കഴിക്കാനും പറ്റും. കൂടാതെ കയ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, മറ്റേ കുക്കുംബറുണ്ട്, പിന്നെ വെണ്ട, തക്കാളി ഉണ്ട്, പിന്നെ പച്ചമുളകുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനവും അത്യാവശ്യം ഉണ്ടാക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും നടക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.